ഞാൻ കണ്ണോട്ടൊരു സിനിമയ്ക്ക് വന്നതാണ്. നമ്മുടെ സീതാസിലാണ് വന്നത്, ആലപ്പുഴയിൽ. വന്നപ്പം ശകലം നേരത്തെ ആയിപ്പോയി. 3 മണിക്കായിരുന്നു ഷോ. 2:15 ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി. വന്ന ഉടൻ ധ്യാൻ ശ്രീനിവാസൻ്റെ പുതിയ പടമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് വന്നത്. വന്നു കയറിയപ്പം ശകലം നേരത്തെ ആയതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഫുഡെന്ന് പറയുന്നത് ഇനി ഹോട്ടലിൻ്റെ കുഴപ്പമാണോ ഇനി ഫുഡിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. അൾട്രാ ഫ്ലോപ്പായി പോയി. പൈസ കൊടുത്ത് കഴിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് കഴിച്ചു. പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പിന്നെ അകത്തോട്ട് കയറാൻ നിന്നപ്പം ഒരു ആൾക്കൂട്ടം കണ്ട് നമ്മുടെ ഒരു തിയേറ്ററിൻ്റെ അകത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. അവരുടെ പഴയ പ്രൊജക്ടറും പിന്നെ ഇപ്പുറത്തൊരു ഡെമോയ്ക്ക് വേണ്ടി ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കിയതാണോ എനിക്കറിയത്തില്ല അതിൻ്റെ പേര്. അത് പ്രൊജക്ടറാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പുറം ഇപ്പുറം പ്രൊജക്ടർ ഇരിക്കുന്നുണ്ട്. പക്ഷെ നടുക്ക് നോക്കിയപ്പം കുറേ ട്രോഫികളും മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം അത് അവരവിടെ കളിച്ച പടത്തിൻ്റെ ട്രോഫികളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വൈശാല് തൊട്ട് താളവട്ടം, പിന്നെ നമ്മുടെ ജോ ആൻഡ് ജോ, ആ ഒരു പടത്തിൻ്റെ ആ പടമെല്ലാം ഇവിടെയാണ് കളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ട്രോഫികളും 100 ദിവസം, 150 ദിവസം, 175 ദിവസം, അല്ല 11 ദിവസം വരെ ഓടിയ ട്രോഫികൾ തൊട്ട് അവിടെ ഇരിപ്പുണ്ട്. കാരണം അതെല്ലാം അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കാണാൻ പാകത്തിന് അവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് വെച്ച് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ സിനിമ തുടങ്ങുമെന്ന് വിചാരിച്ച് ഞങ്ങൾ സിനിമ കാണാനകത്ത്. പിന്നെ സിനിമ കാണാൻ കയറി. വീക്കെൻഡ് സിനിമാസിൻ്റെയാണ് മിന്നൽ മുരളി ഇവർ തന്നെ ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് അറിയാം. ഇതുവരെ ഞാൻ ധ്യാൻ ശ്രീനിവാസൻ്റെ പടം ഇതുവരെ പോയി കണ്ടിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ധ്യാൻ തീരം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം വാരി വലിച്ച് പടം ചെയ്യുന്നതുകൊണ്ട് ആരും അക്സെപ്റ്റ് ചെയ്ത് കാണത്തില്ല ഈ ഒരു പടം ഇങ്ങനെ പക്ഷേ ഒരു ആവറേജ് പടമേ ഉള്ളൂ. നമുക്കൊന്ന് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ദിവന്മാരും കൂടെ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്. അങ്ങനെ സിനിമയെല്ലാം കണ്ട് പുറത്തിറങ്ങി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പടമാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.